അപ്പൊ എന്റെ മൊബൈലിൽ ബൈബിൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങ് വരരുത്. മൊബൈലിലെ ബൈബിൾ നല്ലതാണ്, വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വായിക്കാൻ. പക്ഷെ ഒരു കാര്യമുള്ളത്, മൊബൈലിലെ ബൈബിളിന്റെ പ്രശ്നം, നമ്മൾ ഈ പുസ്തകമായിട്ട് നമ്മൾ വചനം വായിക്കുന്നതും മൊബൈലിൽ വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം മൊബൈല് 400 വേറെ കാര്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനകത്ത് ലോകത്തിന്റെ അശുദ്ധികൾ പലതും, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണല്ലേ, നമ്മുടെ ഫോണിൽ എന്തുമാത്രം അശുദ്ധി ഉണ്ടെന്ന് നമുക്കറിഞ്ഞൂടെ? അതിനകത്തൂടെ എത്ര പേരുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എത്ര പേരുടെ തെറി പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എത്ര പേരെ താറടിച്ചിട്ടുണ്ട്, എത്ര പേരെ കുറിച്ച് പരദൂഷണം ചെയ്തെടുത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുനിന്ന് മൊബൈലും നോക്കി ബൈബിളും നോക്കി അങ്ങ് സ്വർഗത്തിൽ പോകാൻ ആരും വിചാരിക്കരുത്. മര്യാദയ്ക്ക് പുസ്തകം കൊണ്ടുവന്നോണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണം. ബൈബിൾ കൊണ്ടുവന്നിട്ട് അച്ഛനിത് പറയുമ്പോ നിങ്ങൾക്ക് അത് എടുത്ത് നോക്കി, നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സാരമില്ല. അതിങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുമ്പോ, ഇവിടെ ഇങ്ങനെ നമ്മളെ പ്രാർത്ഥനയ്ക്ക് സഹായിച്ച റോജോ ഉണ്ടല്ലോ, റോജോ, ഞാൻ അടൂരിനടുത്ത് കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കുമ്പോ, അവിടെ ആലപ്പുഴയിലാണ് ഇവന്റെ വീട്. ആലപ്പുഴയിൽ നിന്ന് എന്നെ സഹായിക്കാൻ വേണ്ടി കൊടുമണ്ണ് ഇവൻ വരികയാണ്, ബൈക്കിന് വരുമ്പോ ഇവനൊരു കാറ് പോയി സഡൻ ബ്രേക്ക് ഇട്ടു, കാറിന്റെ പുറകെ പോയി ഇടിച്ചു. അവൻ ബൈക്കും ഇവനും കൂടെ തെറിച്ചുപോയി നാഷണൽ ഹൈവേയിൽ ചെന്ന് വീണു. അവൻ എന്റെ അടുത്ത് വന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്, എനിക്കൊരു പോറല് പോലും പറ്റിയില്ല, എന്റെ മുതുകത്ത് ഒരു ബാഗുണ്ട്, ബാഗിനകത്ത് ബൈബിള് മാത്രമേ ഉള്ളൂ, കർത്താവിന്റെ വചനം എന്റെ ബാഗിൽ ഇരുന്നത് കൊണ്ട് അച്ഛാ ഞാൻ തലയിടിച്ച് ചാവാതെ രക്ഷപ്പെട്ടു, കർത്താവിന്റെ വചനം എന്നെ കാത്തു സൂക്ഷിച്ചു എന്ന് അവിടെ വന്നിട്ട് അവൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാണ്, ഞാൻ ഇപ്പൊ എന്റെ മനസ്സിലേക്ക് അത് കയറി വന്നു. അതായത് ദൈവവചനം കൊണ്ടു നടക്കുമ്പോൾ അതൊരു സംരക്ഷണമാണ്. ദൈവവചനം കൈകളിലെടുത്ത് പിടിക്കുമ്പോൾ അതൊരു സംരക്ഷണമാണ്, അതൊരു അനുഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ബൈബിള് നിങ്ങൾ എടുത്ത് കൊണ്ടുവരണം. അല്പം നമ്മുടെയൊക്കെ ബൈബിൾ അല്പം വെയിറ്റ് കൂടിയ ബൈബിളാണ്, അത് കൊണ്ടുവരണം. അത് കൊണ്ടുവന്ന് ആ വേദപുസ്തകം കൈപിടിച്ച് നമ്മൾ നടക്കുകയും പ്രാർത്ഥിക്കുകയും തുറക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവവചനത്തിന്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരും.